ഹലോ ഗായ്സ്, ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വയലാണ്. ഈ വയലിൻ്റെ അടുത്തൊരു മാവുണ്ട്. അത് രണ്ട് മാവുണ്ട്. അത് ഇരട്ട മാവ് പോലത്തെ മാവാണ്. ഒരേ മാവിൻ്റെ അതേപോലത്തെ വേറൊരു മാവ്. ഈ മാവിലൊരു കുഞ്ഞു മാങ്ങ ഉണ്ട്. ഒരു മാങ്ങ നമ്മൾ പറിച്ച് ഈ സ്ഥലത്ത് തന്നെയാണ് ഒട്ടുമിക്ക കല്യാണത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. ഇതിലൂടെ നമുക്ക് പോണ്ടിക്കൽ ഒറ്റൊരു വഴിയാണുള്ളൂ. ആ വഴി കടന്നിട്ട് വേണം നമുക്ക് നമ്മളെ വീട്ടിലെത്താൻ. അതും ഈ വഴിയിലൊരു മരമാണുള്ളത്, ഒരു തെങ്ങ്. ആ തെങ്ങ് നമ്മൾ കടന്നിട്ട് വേണം അങ്ങ് എത്താൻ. എല്ലാ ഓണത്തിനും വിഷുവിനും എല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഫോട്ടോ എടുക്കാറ്. ബർത്ത്ഡേ എല്ലാം വരുമ്പോൾ എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ എടുക്കും. അത് നല്ല വയലാണ്, നല്ല കുറേ പൂവെല്ലാം ഓണത്തിനുള്ള ഫോട്ടോ എടുക്കുന്നതാണ്. നല്ല ഭംഗി ഉണ്ടാവും. ഓണത്തിന് കുറേ പൂക്കളും ഇവിടുന്ന് തന്നെയാണ് പറിക്കാറ്. നമ്മൾ വയലിൻ്റെ ഉള്ളോട്ടാണ് കുറച്ചുള്ളത്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ വയലെല്ലാം കാണാൻ പറ്റും. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ കുറേ ആൾക്കാർക്ക് ഫുട്ബോളും ക്രിക്കറ്റ് അങ്ങനത്തെ ഇതൊക്കെ കളിക്കാനായിട്ട് നല്ലൊരു സ്പോട്ട് ഒരുക്കിയിട്ടുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കുറേ പേര് ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ആദ്യം ഫുട്ബോളായിരുന്നു കളിക്കൽ, ഇപ്പോൾ ക്രിക്കറ്റ്. ഇപ്പോൾ ഭയങ്കര മലിനമായ വെള്ളമാണ്. അയച്ചിട്ട് അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റും. ഇത് നമ്മളെ വയലാ. നമ്മളെ ഈ സ്പോട്ട് അത്ര സേഫ് അല്ല. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ കുറച്ച് നായ്ക്കളൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഈ കാഴ്ചയെല്ലാം കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് വയലിലോട്ട് പോകണം. വയലിൽ എനിക്ക് കുറച്ച് ദൂരം കൂടിയുള്ളൂ എത്താൻ. ഇതാണ് വയൽ. ഇവിടെയാണ് നമ്മുടെ പുഴ. ഇവിടെ മൊത്തം മലിനമായ വെള്ളമാണ്. ആദ്യം നമ്മളൊക്കെ ഇവിടെ നിന്നാണ് നീന്തൽ പഠിക്കുന്നത്. ഇപ്പോൾ ആരും നീന്തലൊന്നും ചെയ്യില്ല, അത്രക്കും മലിനമായ വെള്ളമാണ് ഇവിടെ. ഇവിടെ ഒരു മാവുണ്ട്. ആ മാവിൽ മാങ്ങ ഉണ്ട്, പക്ഷെ അത് പറിക്കാൻ നമുക്ക് പറ്റില്ല. കുറച്ചത് സാഹസികമായ പ്രയത്നങ്ങൾ കാണിച്ച് വേണം അത് പറിക്കാൻ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. ഇവിടെ വന്നതെന്ന് വെച്ചാൽ ശ്രീബാലയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതിനുള്ള ഫോട്ടോ എടുക്കാനാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവളെ വിഷ് ചെയ്യണം. 25-നാണ് പിറന്നാൾ.